ഹിമാലയൻ യാത്ര ആരംഭിച്ചിട്ട് ഇന്നേക്ക് മൂന്നാം ദിവസമായി. ഉച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ട്രെയിൻ യാത്ര എനിക്കിറങ്ങേണ്ട ഋഷികേശിൽ എത്തിച്ചേർന്നു. ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിൽ ഹിമാലയൻ താഴ്വരയിൽ ഗംഗാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഋഷികേശ്. ഹിന്ദുക്കളുടെ പുണ്യനഗരമാണ് ഋഷികേശ്. പുണ്യനഗരമായ ഹരിദ്വാറിൽ നിന്നും 25 കിലോമീറ്റർ ദൂരത്തിലാണ് ഋഷികേശ് സ്ഥിതി ചെയ്യുന്നത്. ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തുടക്കസ്ഥാനമാണ് ഋഷികേശ്. ഹിന്ദുക്കളുടെ പുണ്യനദിയായ ഗംഗ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും 250 കിലോമീറ്റർ അധികം ദൂരെ താഴേക്കൊഴുകി ഉത്തര സമതലത്തിൽ പ്രവേശിക്കുന്നത് ഋഷികേശിൽ വെച്ചാണ്. 3 ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇന്നിവിടെ തങ്ങി ഗംഗാ ആരതി കഴിഞ്ഞ് നാളെ രാവിലെ ഞങ്ങളുടെ ബേസ് ക്യാമ്പിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഏപ്രിൽ മാസത്തെ കൊടുംചൂടിലും ഋഷികേശിലെ കാലാവസ്ഥ പ്രസന്നമായിരിക്കുന്നു. ഗംഗാ ആരതിക്ക് പേരുകേട്ട ത്രിവേണിക്കെട്ടിനടുത്തായിരുന്നു ഞങ്ങളുടെ താമസം. ത്രിവേണിക്കെട്ടിലേക്ക് അടുക്കും തോറും ഗംഗയുടെ അന്യമായ സൗന്ദര്യം കൂടിക്കൂടി വരുന്നു. ഭക്തിയും ആത്മീയതയും ചുറ്റുമുള്ള വായുവിൽ പോലും നിറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് തോന്നി. നടപ്പാതയുടെയും പരിസരങ്ങളുടെയും വൃത്തിയും സുരക്ഷിതത്വവും നമ്മെ അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. വൈകുന്നേരത്തേക്കുള്ള ഗംഗാ ആരതിക്കായി നേരത്തെ തന്നെ ആളുകളുടെ ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്നും താമസ സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ജീവിതത്തിൽ ഈ യാത്രകൾ നൽകുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഹിമാലയൻ യാത്രയിൽ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ. ടൂറിസ്റ്റുകളുടെയും മറ്റ് സഞ്ചാരികളുടെയും ഒഴുക്ക് തന്നെയാണ് ഇവിടേക്ക്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഒരുപാട് വഴിയോര കച്ചവടക്കാരെ നമുക്ക് കാണാൻ കഴിയും. റിക്ഷാ വണ്ടിയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഗംഗാ ആരതിക്കായി എത്തിയ ആളുകളുടെ ഒഴുക്കും നമ്മെ ആശ്ചര്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. മാലകളും പൂവുകളും മറ്റെല്ലാ കരകൗശല സാധനങ്ങളും അവിടെ ലഭിക്കുന്നതാണ്. അങ്ങനെ ഇതെല്ലാം വിൽക്കുന്ന തെരുവിലൂടെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ നടക്കുകയായിരുന്നു. മറ്റു യാത്രികരും സ്വാമിമാരും പൂക്കളും ചെറിയ ദീപങ്ങളും ഒക്കെ വിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും എല്ലാം ചേർന്ന് ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം. ഗംഗാ ആരതി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. കൈകളിലെ വിളക്കുകൾ, ജയ് ഗംഗേ മാതേ എന്ന പാട്ടിന്റെ താളവും ജീവിതത്തിലെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന മുഖങ്ങൾ തന്നെ ഇതൊക്കെയാണല്ലോ. ഗംഗയിലൂടെ ഒഴുകുന്ന ചെറു ദീപങ്ങൾ കൊണ്ടുള്ള മടക്കയാത്ര മറക്കാനാകില്ല. ആത്മീയതയുടെയും ഭക്തിയും നിറഞ്ഞ ഒരു അന്തരീക്ഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭവം തന്നെ സമ്മാനിച്ചു എനിക്ക്. അങ്ങനെ 11-ാം തീയതി ആരംഭിച്ച യാത്ര 3-ാം ദിവസം പിന്നിടുകയാണ്. വന്നപ്പോൾ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടുത്തെ കാഴ്ചകൾ നമ്മെ മറ്റൊരു ലോകത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകും. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഹിമാലയൻ യാത്ര നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. ഹിമാലയത്തിലെ ബ്രഹ്മത്താൽ രൂപുണ്ട് ഇവിടേക്കാണ് എൻ്റെ യാത്ര. അങ്ങനെ വൈകുന്നേരമായി. ഗംഗാ ആരതി ആരംഭിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ 6:30 തന്നെ ഇവിടുന്ന് ഞങ്ങളുടെ ബേസ് ക്യാമ്പിലേക്ക് യാത്ര തിരിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നിന്നുമാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ഗംഗാ ആരതിയിലേക്ക് പോകാം. നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണമേ ഈ ഹിമാലയ യാത്രയിൽ. അപ്പം എല്ലാവർക്കും നന്ദി.